കോട്ടയം വൈക്കത്ത് കാണാതായ ഫിഷ് ഫാം ഉടമയെ ആറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെമ്മനത്തുകര മുല്ലശ്ശേരിയിൽ വിപിൻ നായരാണ് മരിച്ചത്. കാലുകളിലും കഴുത്തിലുമൊക്കെ കയർ കെട്ടി ഇഷ്ടിക കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. സനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സനോജ്, അതായത് കൈകാലുകളിലൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട്, ഇഷ്ടിക കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകത്തിലേക്ക് ഒരു പക്ഷേ വിരൽ ചൂണ്ടിയേക്കാം. എന്താണ് പോലീസ് ഭാഷ്യം? ഭദ്ര, തീർച്ചയായിട്ടും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ബിബിനെ കാണാതായത്. ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധുമിത്രാദികൾ വൈക്കത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയുള്ള വൈക്കത്തെ ഈ ഫിഷ് ഫാമിന് സമീപത്ത് തന്നെയാണ് ലൊക്കേഷൻ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കായലിൽ മറ്റോ മുങ്ങിത്താഴ്ന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം ബലപ്പെട്ടത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് കായലിൽ മുങ്ങിയ നിലയിൽ ബിബിനെ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലും കഴുത്തിലുമൊക്കെ തന്നെ കയറിൽ ഇഷ്ടിക കട്ട കെട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ താഴുന്ന മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നുള്ളതാണ്. ഈ വിപിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വമേധയാ ഇത്തരത്തിൽ ഇഷ്ടിക കെട്ടിയതിന് ശേഷം കായലിൽ ചാടിയതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. അല്ലെങ്കിൽ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം മൃതദേഹം വിദഗ്ധ പരിശോധനയ്ക്കും ശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടിക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഭദ്ര. ശരി, സനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.